മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് വാടകയായി 4 കോടി അനുവദിച്ച ധനവകുപ്പ്. നമസ്കാരം. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവിളയിട്ട് കെടുക്കാൻ മോഹം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഓരോ ജനതയും അവരർഹിക്കുന്ന ഭരണാധികാരിയെ ലഭിക്കുന്നുവെന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ എത്ര സത്യമായിരിക്കുന്നു? മലയാളിയുടെ പൊങ്ങച്ചത്തിനും ഹുങ്കിനും നമുക്ക് പിണറായിയെ തന്നെയാണ് ലഭിക്കേണ്ടത്. നിന്നെയൊക്കെ കുത്തുപാള എടുപ്പിച്ചേ ഞാൻ പോകൂ എന്നൊരു ഭരണാധികാരി നിശ്ചയിച്ചുറപ്പിച്ചാൽ പിന്നെ അനുഭവിക്കുകയേ തരമുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി കാരണം ട്രഷറി നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് മുൻകൂർ വാടക നൽകിയിരിക്കുന്നത് എന്നാണ്. പിണറായി വിജയന് വേണ്ടി പറക്കാൻ കാത്തു കിടക്കുന്ന ആ ഹെലികോപ്റ്റർ മലയാളികളെ കുത്തുപാള എടുപ്പിക്കുകയാണ്. 10 ലക്ഷത്തിന് മേലുള്ള ബില്ലുകൾക്ക് ട്രഷറിയിൽ നിയന്ത്രണമുള്ളപ്പോഴാണ് പിണറായിക്ക് പറക്കാനുള്ള ഹെലികോപ്റ്ററിൻ്റെ വാടകയും മുൻകൂർ വാടകയും നൽകാൻ 4 കോടി അനുവദിച്ചിരിക്കുന്നത്. പിണറായി വിജയനുള്ള പുതിയ കാറ് പുതുവർഷത്തിന് മുമ്പ് തന്നെ എത്തിച്ചേരും. അതിന് 2 കോടിയിലധികമാകുമെന്നാണ് കേൾക്കുന്നത്. പുതുവർഷത്തിൽ പുത്തൻ കാറിൽ കയറാനാണ് തീരുമാനം. വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാമെന്ന നോവലിലെ അഘോരി അപ്പൂപ്പനെ പോലെയാണ് പിണറായി വിജയൻ. അധികാരമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. 100 എന്ന് പറയുമ്പോഴൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്ന ചന്ദ്രലേഖ സിനിമയിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ നമുക്കൊരു TP ബാലഗോപാലൻ MA ഉണ്ട്. പിണറായി വിജയൻ കോടി എന്ന് പറയുമ്പോഴെല്ലാം അത് പാസ്സാക്കി കൊടുക്കലാണ് പുള്ളിയുടെ പരിപാടി. എത്രയൊക്കെ സാമ്പത്തിക ബാധ്യത കേരളത്തിലുണ്ടായാലും പിണറായി വിജയൻ്റെ വിദേശയാത്ര, ചികിത്സ, പുത്തൻ കാറ്, ഹെലികോപ്റ്റർ വാടക, ക്ലിഫ് ഹൗസിലെ കുളം, ചാണകക്കുഴി, പിണറായി തലയുടെ പരസ്യം, PR വർക്കുകൾ, ഇവയ്ക്കൊന്നും യാതൊരു മുട്ടും ഉണ്ടാകില്ല. ഒരർത്ഥത്തിൽ ഈ ബാലഗോപാലൻ സഖാബ് പിണറായി വിജയൻ്റെ കാര്യസ്ഥൻ മാത്രമാണ്, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയല്ല. പണം എത്ര വേണമെങ്കിലും ചെലവഴിക്കാം മുഖ്യമന്ത്രിക്ക് വേണ്ടി. 80 ലക്ഷം രൂപയാണ് പറന്നാലും പറന്നില്ലെങ്കിലും ഹെലികോപ്റ്ററിൻ്റെ പ്രതിമാസ വാടക. ഇതുവരെ 22 കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവാക്കിയത്. ഇങ്ങനെ പാഴ്ചെലവുകൾ കൊണ്ടൊരു നാടിനെ പിഴിഞ്ഞുണക്കിയ ഒരു മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കിയ കേരളത്തിലെ ചില വമ്പൻ മുതലാളിമാർക്ക് ഹെലികോപ്റ്ററുണ്ട്. അത് കണ്ടപ്പോൾ പാവങ്ങളുടെ പടത്തലവന് പറക്കാൻ മോഹം. കേരളത്തിൻ്റെ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ എനിക്ക് സ്വന്തമായൊരു ഹെലികോപ്റ്റർ ഇല്ലെങ്കിൽ അതിൻ്റെ കുറച്ചിൽ ആർക്കാണ്? ഇതാണ് പിണറായി വിജയൻ്റെ ചിന്ത. ഇത്രയും കാശ് വാടക കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ വാങ്ങാമായിരുന്നു. കഴിഞ്ഞ 9.5 കൊല്ലമായി പിണറായി വിജയൻ്റെ സുഖഭോഗങ്ങൾക്കും കറക്കത്തിനുമായി കേരളം ചെലവഴിച്ച കാശിൻ്റെ കണക്ക് കേട്ടാൽ പ്രധാനമന്ത്രി വരെ തലയിൽ കൈവച്ച് പോകും. പിണറായി വിജയൻ എന്ന് വിളിച്ചു പോകും. അമ്മാതിരി വടിച്ചുകോരലാണ് ഇവിടെ നടക്കുന്നതെല്ലാം. ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ മാതൃകയാക്കിയാണ് ഇനി വരുന്ന ഭരണാധികാരികളെല്ലാം പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താകും നാടിൻ്റെ നാളത്തെ അവസ്ഥ? ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ കണ്ണൂർക്ക് പോകുന്നത് ഈ ഹെലികോപ്റ്ററിൽ ആയിരിക്കുമോ? അങ്ങ് വൈകുണ്ഠത്തിലിരിക്കുന്ന ദേവാദിദേവന്മാർക്ക് പുഷ്പവൃഷ്ടി നടത്തണമെങ്കിൽ ആകാശമാർഗം തന്നെ പോകണം. ഭരണമൊന്ന് മാറിയിട്ട് വേണം നമുക്ക് മറ്റവന്മാരുടെ അഴിമതിക്കും ധൂർത്തിനുമെതിരെ സമരം ചെയ്യാൻ. കഴിഞ്ഞ ദിവസം പിണറായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തോൽവിക്കുള്ള മറുപടി 3 ആയിരുന്നു. ആ ചിരി കണ്ട അന്തങ്ങൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഒരു മുഖ്യമന്ത്രി എന്നാണ്. അത് കേട്ടപാടെ ഗോവിന്ദൻ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ CPI-എമ്മിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായിരിക്കുമെന്ന്. സ്വർണ്ണക്കൊള്ളയ്ക്ക് അകത്ത് കിടക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളെപ്പറ്റി ഒന്നും പറയാനില്ല പിണറായിക്ക്. കട്ട സ്വർണമെല്ലാം സോണിയാഗാന്ധി വാങ്ങിയെന്നാണ് പിണറായി പറഞ്ഞു വരുത്തുന്നത്. പിണറായിയും പോറ്റിയും കൂടി നിൽക്കുന്ന പടമാണെങ്കിൽ AI ആണെന്നാണ് പാർട്ടി സെക്രട്ടറി AI ഗോവിന്ദൻ പറയുന്നത്. സോണിയാഗാന്ധിയുടെ ഹൈക്കമാൻഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് എന്ന് ആരറിഞ്ഞു? ഭരണമൊഴിയാൻ വെറും 4 മാസം മാത്രം അവശേഷിക്കെ പുത്തൻ കാറ് വാങ്ങാൻ മോഹിക്കുന്ന ഒരു മുഖ്യനെ വേറെ എവിടെ കിട്ടും? സ്വന്തം പാർട്ടിയുടെ തോൽവിയെപ്പോലും 3 വിട്ട് പിണറായി പാർട്ടിയുടെ ഐശ്വര്യമാവുകയാണ്. പണ്ടൊരു തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകരയിൽ CPM-നെ തോൽപ്പിച്ച് ശെൽവരാജ് ജയിച്ചപ്പോൾ VS ഒരു ചിരി ചിരിച്ചു. അതിന് മറുപടിയായി സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞത് ഒരു പക്ഷിയും അതിൻ്റെ കൂട്ടിൽ കാഷ്ടിക്കില്ല എന്നായിരുന്നു. ആ ഉപമ പിണറായി വിജയനും ചേരുന്നതല്ലേ? പ്രസ്ഥാനത്തിനകത്ത് കാഷ്ടിക്കുന്ന പണിയല്ലേ പിണറായിയുടെ കൊലച്ചിരിയിൽ ഉള്ളത്? തച്ചൻ്റെ പണിക്കുമില്ല കുറ്റം, ഉളിക്കുമില്ല കുറ്റം, തടിയുടെ വളവാണ് പ്രശ്നം എന്ന് പറയും പോലെ പിണറായിയുടെ ഭരണത്തിനുമില്ല കുഴപ്പം, ശബരിമലയിലെ കൊള്ളയ്ക്കുമില്ല കുഴപ്പം, വോട്ട് ചെയ്ത ജനത്തിൻ്റെ തലയ്ക്കാണ് കുഴപ്പം. പ്രസ്ഥാനത്തെ ചുടുകാട്ടിലേക്ക് എടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് യാത്രയാക്കണമെന്ന പക്ഷക്കാരനാണ് പിണറായി വിജയൻ. ഭരണം തീരുന്നതിന് മുമ്പ് ആ ഹെലികോപ്റ്റർ എടുത്ത് ഒരു കുടുംബ ടൂറ് കൂടി നടത്തരുതോ സഖാവേ?